പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ ആരംഭിക്കുകയാണ്. എൻ്റെ പേര് എലിസബത്ത് ഫ്രാൻസിസ്. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ 2022 ഒക്ടോബറിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്ന് എൻ്റെ 11ാമത്തെ പുതുക്കലായിരുന്നു. എനിക്ക് ലഭിച്ച നിരവധി അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ സാക്ഷ്യം ഈ അൾത്താരയിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം എനിക്കുണ്ടായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ വീണ്ടും എൻ്റെ മാതാവിൻ്റെയും ഈശോയുടെയും മുമ്പാകെ നന്ദി പറയുവാനായിട്ടാണ് ആരംഭിക്കുന്നത്. എനിക്ക് എൻ്റെ ലൗകിക ജീവിതത്തിലുണ്ടായ നേട്ടങ്ങളെക്കാൾ എനിക്ക് സന്തോഷം തരുന്നത് എൻ്റെ ആത്മീയമായ ഉന്നതിയാണ്. കാരണം ഞാൻ ഈ ഉടമ്പടി എടുത്തതിലൂടെ എൻ്റെ ആത്മീയ ജീവിതം വളരെയധികം വളർച്ചയിലെത്താനായിട്ട് എനിക്ക് സാധിച്ചു. കാരണം ഉടമ്പടിക്ക് മുമ്പ് കേവലം ഒരു വിശ്വാസി, അതായത് ഞായറാഴ്ച പള്ളിയിൽ പോകും, കുർബാന കാണും, പിന്നെ അരമണിക്കൂർ കൊന്ത ചെല്ലും, അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതമായിരുന്നു. പക്ഷേ ഈ ഉടമ്പടിക്ക് ശേഷം എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. അരമണിക്കൂർ പ്രാർത്ഥന എന്നുള്ളത് എനിക്ക് 3 മണിക്കൂറൊക്കെ ഒരു ദിവസം എൻ്റെ അമ്മയോടും ഈശോയോടും പ്രാർത്ഥിക്കാനായിട്ടുള്ള ആ വലിയ കൃപ എനിക്ക് ലഭിച്ചു. ബൈബിൾ വായനയാണെങ്കിലും അതുപോലെ തന്നെ വളരെ നേരം ചിന്തിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനങ്ങൾ കേട്ട് അതിനകത്തെ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനും, ചൊവ്വാഴ്ചകളിലൊക്കെ അച്ഛൻ്റെ ധ്യാനം നടക്കുമ്പോഴത്തേക്കിന് ശരിക്കും ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഈ സമയത്ത് ആരും വീട്ടിൽ വരല്ലേ. എനിക്ക് ആ സമയത്ത് തന്നെ പ്രാർത്ഥന അച്ഛൻ്റെ ആ ധ്യാനം കേൾക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അങ്ങനെ എനിക്ക് ഒരു പിഴവും കൂടാതെ ഇന്ന് വരെയും ആ ഉടമ്പടി ധ്യാനങ്ങളെല്ലാം കേൾക്കുകയും അതൊക്കെ പാലിക്കാനായിട്ട് എനിക്ക് ഈശോ കൃപ തരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ജപമാല ചൊല്ലാനായിട്ട്, ജപമാല ഞാൻ പറഞ്ഞ പോലെ ഒരു ജപമാലയൊക്കെ ഒരു ദിവസം ചെല്ലാറുള്ളായിരുന്നു. ഈ ഉടമ്പടി ജീവിതത്തിന് ശേഷം ഒരു 4 ജപമാലയെങ്കിലും കുറഞ്ഞത് ഒരു ദിവസം ഞാൻ ചൊല്ലിയിട്ടേ കിടക്കുകയുള്ളൂ. പിന്നെ മാതാവ് എനിക്ക് ഒത്തിരി എൻ്റെ നീർന്ന ജീവിതത്തിൽ ആ നിമിഷങ്ങളിൽ 2ഉം 3ഉം പ്രാവശ്യം സുഗന്ധാഭിഷേകം മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ സഹോദരിക്കും ഇവിടെ വന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അതിന് മുമ്പ് പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് മാതാവ് സുഗന്ധാഭിഷേകം നൽകുകയുണ്ടായി. ഒരു 100 മുല്ലപ്പൂമാല ചേർത്ത് വെച്ചാൽ എങ്ങനെയുണ്ട്, അതിലും അപ്പുറത്തുള്ള ആ ഒരു സുഗന്ധമായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും ലഭിച്ചത്. അങ്ങനെ മാതാവ് തന്ന അനുഗ്രഹത്തിന് വലിയ വലിയ നന്ദി ഞാനിവിടെ പറഞ്ഞുകൊള്ളുകയാണ്. പിന്നെ എനിക്ക് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഉടമ്പടിയിലൂടെ എനിക്ക് ആകെപ്പാടെ എനിക്ക് മനസ്സിനാണെങ്കിലും ശാന്തത ലഭിക്കാനും എളിമപ്പെടാനും മറ്റുള്ളവരോട് സ്നേഹപൂർവ്വം കരുണപൂർവ്വം അവരോട് ഇടപെടാനുമായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ലൗകിക കാര്യങ്ങളിലേക്ക് ഞാൻ പോകുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, കഴിഞ്ഞ മാസം എനിക്കൊരു പനി വന്നു. ആ പനിയെ തുടർന്ന് എൻ്റെ കഴുത്തിലൊരു ചെറിയ തടിപ്പ് കണ്ടു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് വളരുവാണെങ്കിൽ ബയോപ്സിക്ക് വിടണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ മാതാവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചു. ഒരു ആഴ്ച മാത്രം വിശുദ്ധ തൈലം ഞാൻ അവിടെ പുരട്ടിയതിൻ്റെ ഫലമായി ആ തടിപ്പ് അപ്രത്യക്ഷമായി. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. ഡോക്ടർ നോക്കിയപ്പോൾ തടിപ്പില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഡോക്ടറിനോട് ഈ കാര്യം ഷെയർ ചെയ്തു. പിന്നെ എനിക്ക് എൻ്റെ ഒരു വസ്തുവിൻ്റെ മുന്നാധാരം 20 വർഷമായിട്ട് അത് കാണാതെ കിടക്കുകയായിരുന്നു. പലയിടത്തും രജിസ്റ്റർ ഓഫീസിലൊക്കെ പല പ്രാവശ്യം അന്വേഷിച്ചെങ്കിലും പലരെ കൊണ്ടും അത് വീണ്ടെടുക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും അതൊന്നും കിട്ടിയില്ല. ഞാൻ ഉടമ്പടിയിൽ വെച്ച് ഇത് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് പോലും അറിയാൻ വയ്യാത്ത ഒരു വ്യക്തി വഴി അത് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് അത് കണ്ടെത്തുകയുണ്ടായി. ആ വലിയ അനുഗ്രഹത്തിന് എൻ്റെ മാതാവിനെ 1000 നന്ദി പറയുന്നു. അതോടൊപ്പം എനിക്ക് ഒത്തിരി ഞാൻ ഉടമ്പടി വെക്കാത്ത മറ്റനവധി രോഗസൗഖ്യങ്ങളും മാതാവ് നൽകുകയുണ്ടായി. എൻ്റെ കാലിലൊരു നീരുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. അത് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. അതുപോലെ തന്നെ കടുത്ത മൈഗ്രെയിൻ ഉള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. പലതവണ എനിക്ക് മൈഗ്രെയിൻ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ മൈഗ്രെയിനും എല്ലാം പൂർണ്ണമായിട്ട് മാതാവ് ഇപ്പം പല പ്രാവശ്യം ഉണ്ടാകുന്ന ആ രീതി മാറിയിട്ട് വല്ലപ്പോഴും ഒരിക്കലുണ്ടാകും. ഒരു ടാബ്ലറ്റ് കൊണ്ടൊക്കെ അത് നിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും ഞാൻ
1000 നന്ദി പറയുകയാണ്. പിന്നെ ആത്മീയ ജീവിതത്തിലേക്ക് ഉള്ള ഉയർച്ചയെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് കുർബാന കാണാനും കുമ്പസാരിക്കാനും ആഴ്ചയിൽ 2 പ്രാവശ്യം കുമ്പസാരിക്കും. ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ഞാൻ കുമ്പസാരിക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കും. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ രീതിയാണെങ്കിൽ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് എല്ലായിടത്തും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും പിന്നെ ആശുപത്രികളിലും എനിക്കറിയാവുന്ന ഈശോയുടെ സ്നേഹം എത്തിക്കേണ്ട എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പത്രം പ്രാർത്ഥിച്ച് ബൈബിൾ വാക്യം എഴുതി വിശുദ്ധ എണ്ണയൊക്കെ തേച്ച് അങ്ങനെയാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളത്. പിന്നെ ഞാൻ വചനം എല്ലാവർക്കും എൻ്റെ മൊബൈൽ വഴി എല്ലാവർക്കും അന്ന് വായിച്ച വചനത്തിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത വചനം ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് 11ാമത്തെ പുതുക്കലാന്ന് ഞാൻ പറഞ്ഞു. എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ഞാൻ വന്ന് പുതുക്കുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു വൈറൽ ഫീവർ വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് പറ്റിയില്ല. പക്ഷേ ഞാൻ എന്നും 5:30 തന്നെ ആ പനിയാണെങ്കിലും വിറച്ചെഴുന്നേറ്റ് എൻ്റെ മാതാവിൻ്റെ അടുത്ത് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമേ ഞാൻ പിന്നെ പോയി കിടക്കാറുള്ളൂ. അങ്ങനെ എൻ്റെ ഈശോയോട് എനിക്ക് ഉടമ്പടിയില്ലാത്ത ഒരു ജീവിതത്തെപ്പറ്റി എനിക്ക് ഓർക്കാൻ വയ്യ. എന്നും എനിക്ക് ഉടമ്പടി ജീവിതം തന്നെ എൻ്റെ മാതാവേ എനിക്ക് പാലിച്ചു കൊണ്ടുപോകാൻ കൃപ തരണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് എനിക്ക് കഴിയാവുന്ന പോലെ വഴിയിലൊക്കെ അവശരായിട്ടും രോഗികളായിട്ടും ഇരിക്കുന്നവർക്ക് എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ അവരെ സഹായിക്കാറുണ്ട്. ഇത്രയുമൊക്കെയാണ് എൻ്റെ ഉടമ്പടി ജീവിതത്തിലെ അനുഭവങ്ങൾ. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.